ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ഇടിച്ചപ്പോൾ ഒത്തിരി പേര് ഈ ടോപ്സ് കാണിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിന്റെ ഞാൻ കുറേ മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിപ്പോൾ ഷോപ്പിൽ കുറച്ച് പീസ് ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. യെല്ലോയുടെ യെല്ലോയുടെ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇതിന്റെ ഇത് ഫാബ്രിക് പറയാം. പ്യുവർ ആയിട്ടുള്ള വിസ്കോസ് ഓർഗൻസിയാണ്. ഇതിനകത്തോട്ട് ഫുള്ളി ഈ ഒരു വർക്ക് ഫുള്ളി നമ്മൾ ഹാൻഡ് വർക്ക് ആയിട്ട്, അതായത് വർക്ക് എംബോസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഫുള്ളി ത്രെഡ് എല്ലാം വെച്ചിട്ട് ഫുൾ വർക്കാണ്. അതിന്റെ എല്ലാത്തിന്റെ ഓരോ നെക്ക് പാറ്റേൺസ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതുപോലെ പൈപ്പിംഗ് വെച്ചിട്ട് ഈ ഒരു മിഡിൽ പീസ് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഓരോ ഫ്ലവേഴ്സും നമ്മൾ അത്രയും ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഫുൾ വർക്കാണ്. ബാക്കും ഫ്രണ്ടും ഈ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഇതെല്ലാം ത്രെഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്, ഫുള്ളി കവർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇതിപ്പോ യെല്ലോ അല്ല, ഇതൊരു ഗ്രീനും കൂടെ എന്താ പറയാ, അങ്ങനത്തെ ഒരു ഈ ഒലീവ് ഗ്രീൻ ആ കളറാണോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. എക്സാക്ട് കളർ എനിക്ക് അറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ യെലോയുടെ ഡിഫറൻസ് മനസ്സിലാക്കാനാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതൊരു വേറൊരു ടൈപ്പ് യെല്ലോ, കുറച്ചും കൂടെ. ഇത് വന്നിട്ട് ക്രേപ്പ് സിൽക്കാണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത്. വർക്ക് ഇതിന്റെ ക്ലോസ് ആയിട്ട് ഞാൻ ഇതേപോലെ കാണിച്ചു തരാം. ഇതിന്റെ ഡിസൈൻ വരുന്നത് കുറച്ചും കൂടെ വ്യത്യാസമാണ്. ഇത് നെക്ക് ചെയ്തേക്കുന്നത് ഹാഫ് കോളർ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വി നെക്കാ വെച്ചേക്കുന്നത്. ഇനി വേറൊരു യെല്ലോ കൂടി ഉണ്ട്. ഓരോ കളേഴ്സും ഡിഫറെന്റ് ആണ്. ഇതും നമ്മൾ ഞാനിപ്പോ വേറെ ചെയ്തേക്കുന്ന പോലെ സിമിലർ ആയിട്ട് ഏകദേശം അങ്ങനത്തെ ഒരു നെക്ക് പാറ്റേണാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ വർക്ക് ഇതേപോലെ വരും. ഞാൻ പറഞ്ഞു ഇതെല്ലാം ത്രെഡ് ആണ് കേട്ടോ. ഈ ചെയ്തേക്കുന്ന വർക്ക് എല്ലാം ത്രെഡ് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോന്നും ഓരോ ഈ യെലോയുടെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് ഞാൻ കാണിക്കുന്നത്. ഇതിങ്ങനെ ഇത്രയും ഷെയ്ഡ്സ്. ഓക്കെ, പിന്നെ ബാക്കി സൂപ്പർ ഷെയ്ഡാണ് ഇതുപോലെ വരുന്നത്. ഈ ഒരു ഷെയ്ഡ് ഉണ്ടോ, നല്ലൊരു ഷെയ്ഡാട്ടോ. നേരെ കാണുമ്പം എന്താ എക്സാക്ട് കളർന്ന് എനിക്ക് അത്ര പറയാൻ പറ്റില്ല. പിന്നെ ലാവൻഡറിന്റെ ഷെയ്ഡ് ഉണ്ട് ഇതുപോലെ. ഇത് ലാവൻഡർ ആ ഒരു ഷെയ്ഡ് വന്നേക്കുന്നത്. ഇതിന്റെ വർക്ക് ഇതേപോലെ. ഇതിന്റെ നെക്ക് വന്നേക്കുന്നത് ഈ ഒരു പാറ്റേൺ തന്നെയാണ്. നിങ്ങൾക്ക് നെക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം, അത് പറഞ്ഞാൽ മതി. പിന്നെ വന്നേക്കുന്ന പിങ്ക് ആണ്, നല്ല ഒരു ബേബി പിങ്ക് കളറിലോട്ട് ഈ വർക്ക്. അതും കോളർ നെക്ക് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്, ഈ ഒരു പാറ്റേൺ. പിന്നെ ഇതിന്റെ ഞാൻ കഴിഞ്ഞ ദിവസം വേറെ ചെയ്തായിരുന്നു. ഇതിന്റെ ക്രീം അല്ല, ഒരു ഞാൻ പറഞ്ഞു ഇതിനകത്തെല്ലാം ഒരു ഗ്രീന് പോലത്തെ ഒരു ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട്, ഈ ഒരു ഷെയ്ഡ്. അങ്ങനെ ഇത്രയും ഷെയ്ഡ്സ് ആണ്. ഞാൻ ഈ ഓരോ ഷെയ്ഡ്സും വേറെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഒരു ബ്ലൂ കൂടെ ഉണ്ട് കേട്ടോ, സോറി, ബ്ലൂവും കൂടി ഉണ്ട്. ഇതാണ് ബ്ലൂ, ഏറ്റവും സൂപ്പർ ഷെയ്ഡ് ഇതാണ്. ഇതുപോലെ ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് എല്ലാ കളേഴ്സും ഓൾമോസ്റ്റ് ടോൺ ടു ടോൺ കിട്ടിയില്ലെങ്കിലും ഏത് ബോട്ടം വേണമെങ്കിലും അതിലെ കളറിൽ വേറെ ചെയ്യാം. ഓക്കെ, അപ്പൊ പിങ്ക് ഷെയ്ഡ് ഇതേപോലെ ഉണ്ടാവും. വേറെ ചെയ്തപ്പോൾ ഹാഫ് കോളറിലോട്ടാണ് ചെയ്തേക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വീനൊക്കെ വെച്ചിട്ട് നല്ല ഒതുങ്ങിയിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു യെല്ലോ ഷെയ്ഡ് ഇതേപോലെ ഉണ്ട്. ഭയങ്കര ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ. ഇതെല്ലാം ഓവർ യെല്ലോ അങ്ങനെ ഒന്നുമല്ല. ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നെ റേറ്റ് പറഞ്ഞില്ല, 2990 ആണ് എല്ലാം. അപ്പം ഈ ഒരു ഷെയ്ഡ് ഇതേപോലെ ഉണ്ടാവും കേട്ടോ. ഇതും നല്ലൊരു ഡാർക്ക് ഇരുണ്ട ഒരു കളറാണ്. യെല്ലോ തന്നെ നല്ല ഒതുങ്ങി തോന്നും. അപ്പം ഈ ഒരു കളർ ഇതേപോലെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, സെയിം ടോൺ തന്നെ നമുക്ക് ബോട്ടം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാത്തിന്റെയും. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും ഡാർക്ക് കളറായ നല്ല സൂപ്പർ ആയിരിക്കും. അപ്പൊ ലാവൻഡർ ഷെയ്ഡ് ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഇതേപോലെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ്. അതേ വർക്കെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് അത്ര ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓരോ നെക്ക് പാറ്റേൺസും ഓരോന്നും ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് നെക്കാന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാത്തിന്റെ റേറ്റ് വരുന്നത് 2990 ആണ് ടോപ്പ് വരുന്നത്. ഓക്കെ.